അസ്സലാമലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ്. എന്ത് മെറ്റീരിയൽ വെച്ചാൽ ഭയങ്കര ഡാർക്ക് ആയിട്ട് വരുന്ന കളേഴ്സിൽ വരുന്ന പ്യുവർ ജോർജറ്റ്. പ്യുവർ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ പക്ക പ്യുവർ ജോർജറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് 1595 രൂപയുള്ളൂ. മനസ്സിലായ? ഒരു രക്ഷയില്ലാത്ത ടൈപ്പിൽ വരുന്നതാണ്. നല്ല സുഖമാണ് ഇടാനും, നല്ല ഒത്തിങ്ങി കിടക്കുന്ന പാറ്റേൺ ആണ്. നല്ല വൃത്തിയാണ്. ഒരു 46-47 ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. പാന്റ് ആയാലും ജോർജറ്റ് തന്നെയാണ് വരുന്നത്, ഷോളും ജോർജറ്റ് തന്നെ വരുന്നത്, ടോപ്പും ജോർജറ്റ് ആണ്. ഇതെല്ലാം കൂടി ജോർജറ്റ് പാറ്റേൺ ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് പക്ക ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ്. നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. കണ്ടില്ലേ? 47 ലെങ്ത് എന്തായാലും കിട്ടുന്നുണ്ട്. നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടാൻ പറ്റുന്നുണ്ട്. ഫുൾ പ്രിന്റ്. പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ. പിന്നെ കല്ലുമിട്ട് ഉരച്ചിട്ട് പോവാൻ നമ്മൾ ശ്രമിച്ചാലും പ്രിന്റ് പോകില്ല, തുണി കീറും. കല്ലുമിട്ടിട്ട് പിന്നെ ഉരക്ക്. അപ്പൊ നമ്മളെ കയ്യും ഇവിടെ ഒക്കെ ചീത്താവും, അതുപോലെ തന്നെ ഡ്രസ്സും ചീത്താവും. അങ്ങനെ നടക്കേണ്ട ആവശ്യം. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഷാമ്പു വാഷ് ചെയ്യാൻ ശ്രമിക്കുക. വാഷിംഗ് മെഷീനിലൊന്നും കൊണ്ടുപോയിട്ട് ഇത് പണാറടക്കരുത്, ഇടരുത്. അങ്ങനെ തന്നെ പറയണം. മണ്ടാറടക്കരുത് തന്നെ പറയണം. മനസ്സിലായ? കൊണ്ടുപോയി ഇടരുത് മക്കളെ. ചില ആൾക്കാർ പറയുമ്പോൾ ഞാൻ 2 വട്ടം തിരുമ്പിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ തിരുമ്പി? വാഷിംഗ് മെഷീനിൽ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വാഷിംഗ് മെഷീൻ തിരുമ്പരുന്നത്? അപ്പൊ അയൺ ചെയ്തപ്പോ ശരിയാ. അതെ, അതിന്റെ ചുളുക്കാണ്. അങ്ങനെ എന്താ പറയാ, മനുഷ്യന്മാര് ഗുസ്തി കളിക്കണ മാതിരിയാ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ ആ മെഷീനും ഡ്രസ്സും പാടെ ചെയ്യുക. കണ്ടില്ല നിങ്ങള്? അപ്പൊ അതുപോലെ ഒരു തുണിന്റെ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാട് എത്ര ഉണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന്. അത്രയും റിസ്ക് ആണെന്നുള്ളത് മനസ്സിലായി. നമ്മളവിടെ ചെയ്യുന്നറിയോ? കൈ കൊണ്ട് അലക്കിയില്ലല്ലോ, റിസ്ക് എടുത്തില്ലല്ലോ, വെള്ളത്തിൽ മുക്കിയില്ലല്ലോ, എടുത്തില്ലല്ലോ, കൈയിട്ട് സോപ്പ് ഉരച്ചില്ലല്ലോ. ഇതെല്ലാം ചിന്തിക്കുന്നത്. എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? ബക്കറ്റ് ഇത്തിരി ഷാമ്പു നിൽക്കുക, കൈയിടുക, അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഒരു 2 മിനിറ്റ് അങ്ങോട്ടും പോയി നിൽക്കുക. അപ്പോഴത്തേനൊക്കെ ഷാമ്പു ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് കയ്യിലിട്ട് ഒന്ന് കയ്യുമിട്ടിട്ട് ഒന്ന് ഇതാക്കുക. ഒന്നിങ്ങനെ കാക്കി കഴിഞ്ഞ ശേഷം നല്ല വെള്ളത്തിൽ മുക്കുക. അടുത്ത ഒരു നല്ല വെള്ളത്തിൽ മുക്കുക, കഴിഞ്ഞെടുക്കുക, തോരടുക. പരിപാടി ഫിനിഷ്. ഇത്ര ഉള്ളു സാധനം. ഇതിനാണ് കിടന്നിട്ട് അമ്മ കിടന്ന് മല മറിക്കുക കാക്കരുത്. എന്നിട്ട് ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഈ പാവത്തിനെ കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കും. ഇത് അവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ച് ആകെ ഒരുമായി വയ്യാത്ത ലെവലിൽ വന്ന് കിടക്കുകയും ചെയ്യും. അപ്പൊ എടുത്തിട്ട് അതിന്റെ മറ്റേമ്മക്ക് ഇടും. അവിടുന്ന് വെള്ളമൊക്കെ കഴിഞ്ഞതൊക്കെ ആക്കി ഇടിച്ച് നമ്മളെ കൈ കിട്ടും. അമ്മ വിചാരിക്കുന്ന സൂപ്പർ ഉഷാറ്. ഒരു നേരത്തിനല്ലല്ലേ നമുക്കിത് വേണ്ടിയത്. 1500 റുപ്യ എന്ന് പറഞ്ഞാൽ എത്ര സാധനം, എത്ര പാവപ്പെട്ടവരെ സഹായിക്കാം, എത്ര എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ മേടിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാം, നിങ്ങളെ ഭർത്താവിന് ഗിഫ്റ്റ് കൊടുക്കാം, നിങ്ങളെ അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാം, നിങ്ങളെ അമ്മക്ക് സാധനം മേടിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? ആ സാധനമാണിത്. 1595 രൂപ, 1595 രൂപ. അപ്പൊ അത് നമ്മൾ നല്ലപോലെ തിരുമ്പി നല്ല ഉഷാറാക്കി കൊണ്ടുവരുന്ന കുറെ കാലം ഉണ്ടാവും ട്ടാ. നല്ല ഉഷാറാവും. ഇതാണ് വരുന്നത് ട്ടാ. സുഖമായിട്ട് അടിച്ചിടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഡബിൾ XL സൈസ് ആണ് ഇതിന്റെ. അടിക്കാൻ പറ്റുള്ളൂ, അവർക്ക് അടിക്കാൻ പറ്റും. പിന്നെ സ്ലീവ് വെക്കേണ്ടിയവർക്ക് എന്നാല് 3/4 സ്ലീവ് ആണ് എനിക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് XXL ഇടാം. എൻഡ് വെച്ച്, അതായത് പീസ് വെക്കേണ്ടി വരും. ഇത്ര വരെ കൈ കിട്ടുള്ളൂ. XXL കിട്ടാം. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അറിയാൻ കൂടി ഇല്ല. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഇതെല്ലാം ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ബാക്കിയുള്ളതിന് എന്താണ്, ബാക്കിയുള്ളതിനും കൂടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഇതൊന്നും പറഞ്ഞു അങ്ങനെ കാണിച്ചു തരുള്ളൂ കേട്ടോ. ഓക്കെ, ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞോളൂ. ബാക്ക് സൈഡ് ഒക്കെ എന്താണ് സെയിം തന്നെയാണ് വരുന്നത്. അടിക്കുമ്പോ 2 സൈഡത്തെ കഴുത്തും ഒരുപോലെ ആയാലും എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും നിങ്ങൾക്ക് ട്ടാ. ഉഷാറായിട്ട് നല്ല ഭംഗിയിൽ ഇട്ടിട്ട് പോവാ. നല്ല ഭംഗിയുണ്ടാവും. 1595 രൂപ. ഭയങ്കര സുഖമുള്ള മെറ്റീരിയലാണോ. ചില കുഞ്ഞുങ്ങളെ ഇവിടെ വന്നിട്ട് ഞാൻ ചില ദിവസം കുട്ടികളെ എടുക്കും. പക്ഷേ ചില സമയത്ത് കരയും, ചില സമയത്ത് നമ്മളെ മേലോട്ട് വന്ന് കിടക്കും. എന്താണെന്നറിയില്ല. ചിലപ്പോ മറ്റേ പരിസ്ഥിതി പറഞ്ഞ എന്റെ സോഫ്റ്റ് ആൻഡ് ഷൈൻ സ്കിൻ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്റെ ബെഡ് പോലത്തെ എന്റെ ശരീരം കൊണ്ടായിരിക്കാം. ഭയങ്കര സുഖം എല്ലാവരും പറഞ്ഞു. കുട്ടികള് അമ്മാമ്മന്റെ മേലിൽ കിടക്കാൻ നല്ല സുഖമുണ്ട്. കുട്ടികൾ കരച്ചിലെടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു കൊടുക്കണ്ട, ചെക്കന്മാര് പറഞ്ഞു കൊടുക്കണം, ആ കുട്ടി കരയില്ല, നീ ഓനക്ക് ആ സോഫയിൽ ഇരിക്കാനായിട്ട് സുഖം ഞാൻ അവന്റെ മേലിരിക്കണം. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. കണ്ടാ, ബോട്ടം ചിലപ്പോ ചിലവർ ഇങ്ങനെ അടിക്കാൻ കിട്ടില്ല മക്കളെ. ബോട്ടം തന്നെ അടിക്കാൻ കിട്ടുള്ളൂ ഇതിന് കേട്ടാ. ഓക്കെ, നല്ല അടിപൊളി പാരൽ പാന്റ് അടിക്കാം. കുറച്ച് ലൂസിൽ, പെലാസോ ഹെവി പെലാസോ ആക്കാതെ കറക്റ്റ് പാരല്, അതായത് കുറച്ച് വീതിയിൽ നമ്മൾ റെഡിമെയ്ഡിലൊക്കെ കളിക്കൂലേ, ആ പാരൽ അടിച്ചിടുക. നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് ഇതിന്റെ എന്ത് ചെയ്തിട്ട് ഷോള് വരുന്നത്. ഷോള് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മക്കളെ ഷോള്. കണ്ടാ, ഷോള്. ഇതിന്റെ വേറെ കളർ ഇതുണ്ട് ട്ടാ. പ്രിന്റ് മാറി വരണമുണ്ട് ട്ടാ.
ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതിപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയും, പെട്ട അയച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അയച്ചുതരാം കേട്ടാ. ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാൻ കാണുന്ന വാട്സപ്പ് നമ്പർ അടിയേതാക്കി എടുക്കണം, അത് സെന്റർ മധ്യത്തില് അണ്ട് എടുക്കുക, പൊള്ളിക്കുക, സാധനം വീട്ടിൽ കൊണ്ട് എത്തുക, ഇടുക, അടിക്കുക, അടിച്ചണ്ട് ഇടുക, പൊള്ളിക്കുക സാധനം. ഇതാ പീകോക്ക് ഗ്രീൻ, നല്ല ഗ്രീൻ കളറാണ് വരുന്നത്, നല്ല ഭംഗിയില്, നല്ല വെറൈറ്റിയില്, നല്ല സെറ്റ്, പ്യുവർ പക്ക പ്യുവർ ആയിട്ടുള്ള എന്ത് മെറ്റീരിയല്, ജോർജറ്റ് മെറ്റീരിയല്. എന്താങ്ങള് കൊയ്യാലെ. ഇതാ പാന്റ് കണ്ടില്ലേ, ബോട്ടം കണ്ടില്ലേ, ഇതാണ് ബോട്ടം വരും. ബോട്ടം തമ്മിൽ ചെറിയ പ്രിന്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ, ഹെവി റഷ് ആയിട്ട് കൊടുത്തിട്ടില്ല. അത് എന്താ വെച്ചാല് ഇതും നല്ല റഷ് ആയിട്ട് വരുന്നത്, പാന്റും അങ്ങനെ വന്ന മങ്ങി കിട്ടൂല, മുന്തിരി വള്ളി എന്നെ പോലെ കിടക്കും, എല്ലാതും ഒരുപോലെ ഇങ്ങനെ വള്ളി കയറി കിടക്കും. മറ്റേതാകുമ്പോ അങ്ങനെയല്ല കേട്ടാ, നല്ല ഭംഗി ഉണ്ടാവും. ഇതാ അടുത്തത് ഷോള്. ഏതാ ജായി സാധനം നോക്കി, എന്തൊരു ഭംഗി. നിങ്ങൾ എപ്പോഴും ചെയ്യണമെന്നുണ്ടല്ലോ, ഈ കരൊന്നും അടിച്ചോണ്ട്, കര അടിക്കല് രസമല്ല എങ്കിൽ പോലും കരൊന്നും അടിച്ചു കൊടുത്തോണ്ട്, അല്ലെങ്കിൽ ഈ സാധനത്തിന്റെ എൻഡ് ഇപ്പുറത്തുണ്ടല്ലോ ഒന്നിങ്ങനെ അടിച്ചിട്ട് ഇതിങ്ങനെ കെടുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഐഡിയ കിട്ടാ, ഇതന്നെ അങ്ങനെ തന്നെ കിടക്കണം, ഓക്കെ അങ്ങനെ തന്നെ കിടന്നു, കുഴപ്പമില്ല. മടക്കി അടിക്കാൻ ആഗ്രഹം ഉണ്ടോ അങ്ങനെ അടിച്ചോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടാ, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു നിൽക്കണം. പറഞ്ഞൊന്നും മാത്രം കേട്ടാ, എന്നെ കയറിക്ക് അടിക്കാൻ നിൽക്കണ്ടെങ്കിൽ ഇതാ. അല്ല ചിലർ ചോദിക്കും ചെന്തിനാ അതൊക്കെ പറയണമെന്ന്. അപ്പൊ ഞാൻ പറയും, ഞാൻ എന്റെ കസ്റ്റമർ നിങ്ങളാ, എന്റെ ഫാമിലി ഞങ്ങള്, അപ്പൊ നിങ്ങളോട് ഞാൻ എന്തായാലും പറയും. ചാര ചോദിക്കാന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും, കമന്റിലൊക്കെ ഞാൻ അങ്ങനെ പറയട്ടാ. അത് നിങ്ങൾ വല്ലാതാക്കണ്ട, നമ്മളത് സെറ്റ് ചെയ്തിട്ട്. ചിലർ പറയും ഭയങ്കര വില കൂടുതലാട്ടോ ഇതിൽ തരാം. അപ്പൊ ഞാൻ പറയും സാറില്ല സഹിച്ചാളാന്ന് പറയും, ഞാൻ കമന്റിൽ തന്നെ പോയിട്ട് പറയും സഹിച്ചാളാന്നൊക്കെ പറയും. അത് നമ്മളൊരു രസമായിട്ട് പറയണം, അല്ലാണ്ട് മക്കളെ നിങ്ങളെ നമ്മൾ ഇതാക്കാറില്ല, നമ്മളൊരു കണഗുണാക്കാൻ വെച്ചിട്ടാണ് കേട്ടാ. സെറ്റല്ലേ, ഒട്ടിങ് കൊല്ലി പൊള്ളി സാധനം, വെറും 4 പീസുള്ളൂ. ഇനി അടുത്ത് വരുന്ന ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി ബ്ലാക്ക്, നല്ല കരിം ബ്ലാക്ക്. ഇതിന്റെ മേലെ ഇനി ബ്ലാക്ക് വരില്ല, ഇതാണ് ബ്ലാക്ക്. അതിമങ്ങനെ കാണില്ല, പ്രിന്റ് ഒക്കെ കണ്ടങ്ങള്, ഒരു തരി പ്രിന്റ് പോവില്ല. പോണെന്ന് വിചാരിച്ചാ പോട്ടാ. പിന്നെ ഹെവി ചൂടിലിട്ട് അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് അയൺ ചെയ്താൽ ബെറ്റർ ആണ്. അത് ചെറിയ ചൂടില് അയൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ മെറ്റീരിയലിൽ ഇട്ടാ. അപ്പൊ ഒന്നും കൂടി ഭയങ്കര സുഖമാണ് മെറ്റീരിയൽ, അയൺ ചെയ്താൽ ഭയങ്കര രസമാണ് കേട്ടാ. ഇതാണ് എന്റെ ബ്ലാക്ക് ബോട്ടം വരുന്നത്. ഏതാ സാധനം ഉണ്ടാ, ബ്ലാക്ക് കണ്ടില്ലേ. ജോർജറ്റ് തുണി നിങ്ങൾക്ക് അറിയാലോ, നല്ല സാധനമാണ്. പക്ഷെ സൂക്ഷിക്കാല്ലേ കേട്ടാ, ഇരുമ്പ് തുരുമ്പാക്കണ ജാതിയൊക്കെ ആളാണെങ്കിലും പേടിക്കാൻ നിൽക്കരുതേ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഇരുമ്പ് തുരുമ്പാക്കുന്ന ജാതികളുണ്ട്. വർത്താനൊക്കെ പറയുമ്പോ അങ്ങനെ ആക്കിയിട്ട് വർത്താനം പറഞ്ഞ കുറെ ജാതികളുണ്ട്. ആമ്പരൊന്നും നിക്കണ്ട, സൈനമ്പ അന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ നക്കുമ്പോ ഇതിങ്ങനെ പിരിയും കിടന്നിട്ട് ട്ടാ, അതിന് നിക്കണ്ട ട്ടാ. നേരെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റൈലാക്കിയിട്ട് 2 കുള്ളൊക്കെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇളക്കി നല്ല ഉസാറാക്കി നിന്നോണ്ടി, എന്താ പറയാ, സെറ്റ് അടിച്ച് പോകും, ഉസാറാവും. അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും. ഓള് സിമ്പിളായിട്ട് ഇടുന്ന ഡ്രസ്സ് വരെ നോക്കിക്കോ എന്തൊരു ഭംഗിയാ എന്ന് പറയും. അപ്പൊ മറ്റോ ഓൾ പറഞ്ഞില്ല, ഇജ്ജ് പേടിക്കണ്ട, ആദി ഫാഷനിൽ പോയിട്ട് നോക്കിക്കോ, അതിലുണ്ട് ഇഷ്ടം പോലെ സിമ്പിൾ ടൈപ്പ് സാധനങ്ങൾ, ധൈര്യമായിട്ട് എടുത്തോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉണ്ട്, സിമ്പിൾ പ്രൈസേ വരുന്നുള്ളൂ, അവിടുന്ന് എടുത്തോളി, എന്റെ പ്രശ്നങ്ങൾ മാറും. മറ്റേ എന്താ പറയാ, എനിക്കെന്റെ വാക്ക് എനിക്കെന്റെ ഇത് കിട്ടില്ല. എന്തൊരു മാലയുടെ ഒരു പരസ്യം, ഒരു മാല ഇട്ടോണ്ടാണ് എന്റെ പ്രശ്നങ്ങളൊക്കെ പോയത്, ഈ ഒരു മോതിരം ഇട്ടോണ്ടാണ് എന്റെ പ്രശ്നങ്ങളൊക്കെ പോയത്. അങ്ങനത്തെ ഒരു സാധനമല്ല, അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. ഭർത്താക്കന്മാര് ഭാര്യയോട് സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് മേടിച്ചിടുക, ഭർത്താവിന് താനേ സ്നേഹം വരും. എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് ശ്രീനിവാസൻ പറഞ്ഞാല് ഇത്ര ഭംഗിന്റെ ജിത് വരിന്നല്ല, അതുപോലെ കൊണ്ടുപോകുക, അത്ര നല്ലൊരു രസമുള്ള സാധനമാണ്. ഇനി അടുത്തത് വൈലറ്റ്. എന്തേ ലൈറ്റ്, എന്റെ നേരം വഴിക്കുന്നാണ് ഇതിന്റെ അർത്ഥട്ടാ. വൈലറ്റ്, ആ വൈലറ്റ് ആണിത്. ഇത്രയും പെർഫെക്റ്റ് പാഷൻ, ഇത്രയും പെർഫെക്റ്റ് പാറ്റേൺ, പാഷൻ അല്ല. കുറെ പ്ലാവ കൊടുക്കുന്നുണ്ട്, ഞാൻ കട്ടില്ല. ഞാൻ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് തന്നെ ഇട്ടരും, നിങ്ങൾ സഹിക്കണം. ഇതാ എങ്ങനെയുണ്ട്, നല്ല രസമല്ല സാധനം, നല്ല വൈലറ്റ് കളറാണ്, നല്ല വൈലറ്റ് കളർ, നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത്, നല്ല വൃത്തി ഉണ്ടാവും കേട്ടാ. 10 മണി ആവാറായി തോന്നുന്നു, 10 മണിയാകുമ്പോൾ ഷോപ്പ് തുറക്കണം. ഇതാ ഞാൻ ഷട്ടറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. ആരെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ഇപ്പൊ എന്താ പറയുക, ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ കയറും, അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല, അതുകൊണ്ടാണ്. ഇതാ വൈലറ്റ് സെറ്റ് അല്ലേ, പൊള്ളി. ഇനി അടുത്തത് വരൽ തുടങ്ങി, മുട്ട തുടങ്ങിയിട്ടുണ്ട്.
ഈ ഒരു നോട്ടിലുള്ളൂ കഴിഞ്ഞ് ഒരോടെ കഴിഞ്ഞു. ഷോൾ ഉണ്ടല്ലേ, ചമ്മാതിരി ഷോളിലെ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഒരു ഫീലും ബെസ്റ്റ് കറണ്ട്. ഞാനൊക്കെ പറയുമ്പോ നമ്മൾ KCBക്ക് വിളിക്കൂല, നമ്മളൊരു മനസ്സിന്റെ ഉള്ളില് ഞാൻ വിളിച്ച് KCBക്കാരെ ഞാൻ മനസ്സുകൊണ്ട് മാറിയല്ലെന്നൊക്കെ പാവൻ ടൈറ്റുകള്. അല്ലോ ഞാൻ എപ്പോഴും ആദ്യമൊക്കെ പറഞ്ഞു നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു മരം വീണിട്ട്, മരല്ല തെങ്ങ് വീണിട്ട് വീട്ടുകൾ കഷ്ടപ്പെടണത്. നമ്മളെ കഷ്ടപ്പാടൊന്നും ഒന്നല്ല KCBക്കാരെ മുന്നിൽ. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളാ, ജീവൻ പണയം വെച്ചിട്ടൊക്കെ പണിയെടുക്കണം. ഞാനാണ് ഇപ്പൊ വെറുതെ പറഞ്ഞിട്ടാണ് മറ്റേ പ്രാഗിന്നൊക്കെ ഞാൻ അങ്ങനെ ഞാൻ അതിന് ശേഷം ഇതുവരെ അവരൊന്നും പറയാറില്ല. അന്ന് സാധാരണ ലെവല് എന്തായിട്ടോ കറണ്ട് അവിടെ തന്നെ വർക്ക് ഉണ്ട് ഒക്കെ സെറ്റ്. എത്ര ഉള്ളൂ, എത്ര മണിയാവും വരാന്? ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. പക്ഷെ പെട്ടെന്ന് വരും, അത്ര ഒന്നും ഉണ്ടാവില്ല. നമ്മ അത്രയും ഗ്യാപ്പ് നമുക്ക് തരണം അവര്. ആശ്വാസമാണ് അപ്പൊ അത്. 1 മണിക്കൂർ പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് കറണ്ട് വന്നാൽ നമ്മള് ഭയങ്കര ഹാപ്പി ആവില്ല. ആ ഹാപ്പിയാണ് അവര് കേട്ടാ. അവരൊന്നും ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല, പാവങ്ങളാണ്. ചിലവരുണ്ടായിരിക്കാം, പക്ഷെ സാരല്ല, ക്ഷമിച്ചാൽ മതി. നമ്മള് പാവങ്ങളല്ല ഏറ്റവും. ഇത് വേറൊരു പാറ്റേൺ പൊള്ളി സെറ്റല്ലേ ഇൻഷാല്ലാ. അപ്പൊ മറക്കണ്ട, കിട്ടിയില്ല പീസ് എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല പീസ്. കിട്ടിയില്ലേ സാധനം? കിട്ടിയില്ലേ? വയലറ്റ് കളർ 1595 രൂപ കിട്ടാം. കിടില സാധനം തന്നെ, കിടില സാധനം. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീട്ടിൽ എന്ത് ചെയ്യാം, കിടിലം സൂപ്പർ സാധനങ്ങളായിട്ട് നമുക്ക് വരാം. അപ്പൊ മറക്കണ്ട. ബൈ.